ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ എൽസ കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ 2 ദിവസമൊക്കെ എടുത്തു കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിൽ കിടന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ടായിരുന്നു. ഫോൺ ഫുൾ സ്റ്റോറേജൊക്കെ ആയിട്ട് എനിക്ക് വേറെ വീഡിയോസ് എടുക്കാനോ അപ്പോൾ എടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റിയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെയൊക്കെ ഇരുന്നൊരു ദിനങ്ങൾ കൂടെ ആയിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവുകയും ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാവ്യ. അഞ്ജു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ വിളിച്ചുകൊണ്ട് പോക്ക് ചടങ്ങും ഒരു ചടങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാവ്യയെ വിളിച്ച് പ്രഗ്നൻ്റ് ആയ സമയത്ത് വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങും ഒക്കെ നല്ല രീതിയിൽ നടത്താമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അതും പറ്റിയില്ല. കാവ്യയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ എൽസ കുട്ടിയെ അവൾ പ്രസവിച്ചത്. അപ്പോൾ അവളുടെ 1ാമത്തെ ജന്മദിനമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ഫോട്ടോയും വീഡിയോസൊക്കെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുണ്ട് പെൻഡ്രൈവിൽ. എൽസയുടെ പ്രത്യേകം, മിക്കുവിൻ്റെത്, മിലുവിൻ്റെത്, എബിക്കുട്ടൻ്റെത്, ഇനാരയുടേത്, അങ്ങനെ മിക്കവരുടെയും വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ഫോണിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. നഹുവിൻ്റെത്, പല്ലവിയുടേത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടേതും ഞാൻ ഫോണിൽ സ്റ്റോറേജ് ചെയ്ത് പ്രത്യേകം പേര് ടൈപ്പ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ചേർത്ത് ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമായി. കാരണം അവളുടെ കുഞ്ഞിലെ തൊട്ടേയുള്ള എല്ലാ ഫോട്ടോസും മിക്കവാറും ഫോട്ടോസൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള മിക്കവാറും ഫോട്ടോസൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ചേർത്ത് ഞാനൊരു സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ പോയാൽ എനിക്ക് പിറ്റേന്നും ലീവ് എടുക്കണം. ലീവ് മീൻസ് ചേട്ടന് ലീവ് എടുക്കേണ്ടി വരും ജോലി സ്ഥലത്തുനിന്ന്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസം കൂടെ ആയതുകൊണ്ട് തന്നെ 2 ദിവസം ലീവ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടന് അന്നൊരു ദിവസം ജോലിക്ക് പോയതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് 4 മണി ഒക്കെ ആയി കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ ചെന്ന സമയത്ത് കേക്ക് കട്ടിങ് ജസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ആ ഒരു ടൈമിൽ നിന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയത്. അവിടെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല. പിന്നെ ചോദിച്ചാൽ കിട്ടും. പിന്നെ അതും കൂടെ വാങ്ങിയൊക്കെ ഇട്ട് സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് തന്നെ ഇടാനായിട്ട് പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ആരുടെ കയ്യിൽ നിന്നും ഒരു വീഡിയോ എടുത്തില്ല. ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. വേറെ ആരുടെയും കയ്യിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൂടെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുള്ളായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഇടാത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ വീഡിയോസ്. ഇത് ആദ്യ നാളിലൊക്കെ എൽസയുടെ കുറേ വീഡിയോസാണ് കേട്ടോ. എനിക്ക് കാവ്യ എപ്പോഴും ആ സമയത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ച കുറേ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തന്നെ വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ച് എടുത്തിട്ടുള്ള വീഡിയോസും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്ക് കാവ്യയുടെ ബർത്ത്ഡേ ആയിരുന്ന സമയത്ത് അവർ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ എടുത്ത കുറച്ച് വീഡിയോസ്, പിന്നെ ഞാൻ വയ്യാതെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ എടുത്ത കുറേ വീഡിയോസ്, അങ്ങനെ ഒരുപാട് എൻ്റെ ഫോണിലുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയത്. പിന്നെ അവിടെ എത്തിയ സമയത്ത് തന്നെ നല്ല രാത്രിയായി കേട്ടോ. ഇതിപ്പോൾ അന്ന് ബർത്ത്ഡേയിൽ അന്ന് രാവിലെ ഞാൻ അവരെ വിളിച്ചതായിരുന്നു. ആദ്യം ഫസ്റ്റ് വിളിച്ച സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇത് 2ാമത് വിളിച്ച സമയത്ത് കാവ്യ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഉറക്കം എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾ. ഉറക്കം എഴുന്നേറ്റതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരമൊന്നും വിളിച്ച് സംസാരിച്ചില്ല. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമൊക്കെ ആയ ആൾക്ക്. കരയാനായിട്ടാണ് കുറച്ചുകൂടെ നിർബന്ധമായിട്ട് നിന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഉറങ്ങിയെഴിച്ച് ഉടനെ ഫസ്റ്റ് കണ്ടത് എന്നെയാണ് വിളിച്ചത് കണ്ടത് കേട്ടോ. കാവ്യയെ എന്നെയാണ് വിളിച്ച് കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ കോളൊക്കെ നിർത്തിയതാ. ഇത് ഞങ്ങളവിടെ ബർത്ത്ഡേക്ക് എത്തിയതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഇതിനേക്കാളും കുറച്ച് നേരത്തെ മുന്നേ എത്തി. പിന്നെ വീഡിയോ ഞാൻ ചെന്ന ഉടൻ പറഞ്ഞു, അയ്യോ
നിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുന്നു, അത് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അമ്മയൊക്കെ പോകുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ കഴിക്കാൻ പോയിരുന്നത് കേട്ടോ. അപ്പം ഞാനും എബിയും ചേട്ടനൊക്കെ പോയിരുന്ന് ഫുഡും കഴിച്ചിട്ട് പിന്നെ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഒരു 10:30 മണി വരെ ഇരുന്നു. അത് ഫംഗ്ഷൻ തീരും വരെ ഞാനും ചേട്ടനും എബി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് എൽസയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഫോട്ടോ തന്നെ കയ്യിൽ വെച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ മാറ്റിയാലും ഓട്ടം പിടിച്ച് വാങ്ങിക്കും. പിന്നെ ഇതാ ദീപിനും ഇരിപ്പുണ്ട് കേട്ടോ. ഒരു അനിയനും ചേട്ടനുമാണ്, അവരുടെ ഭാര്യമാരും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേട്ടോ അവർ രണ്ടുപേരും. ദീപുവിനെയാണ് കുറച്ചുകൂടെ പരിചയം, നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ കൂടെ പരിചയം. ദീപിനെ ഞങ്ങൾ കാവ്യ അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്നതിന് ശേഷമുള്ള പരിചയമാണ്. പക്ഷേ ഞങ്ങളുടെ ബന്ധുവാണ് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല, എനിക്ക് അറിയില്ല ഞങ്ങളുടെ ബന്ധുവാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെയാണ് അറിഞ്ഞത് ബന്ധുവാണെന്ന്. ഇത് ഫംഗ്ഷനൊക്കെ തീരാറായ സമയത്ത് അവരുടെ വക വേറൊരു കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ഗംഭീരം. പക്ഷെ അമ്മയ്ക്ക് ആർക്കും ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കന്ന് 25 നോമ്പിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു പള്ളിയിൽ. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കേട്ടോ. ഞാനും ചേട്ടനും എബിയും മാത്രമായിരുന്നു നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്നും അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പോയി കേട്ടോ. ഇതായിരുന്നു കാണേണ്ട ഒരു സംഭവം കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ നടത്തി കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ ഇത്രയും നല്ല രീതിയിൽ നടത്തുന്നു പോലും കേട്ടോ. അത്രയും നല്ല സൂപ്പറായിരുന്നു. പിന്നെ ആ ഒരു പാവ കളിക്കുന്നില്ലേ, ടെഡി ബിയർ പോലത്തെ, അതും ഒരു രസമായിരുന്നു കേട്ടോ. അതിനകത്ത് ആളുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ അതിനിങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബലത്തിലാണ് അത് ഇങ്ങനെ ഒന്ന് ഡാൻസ് ചെയ്യുന്നത്. പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസും കളിയും ബഹളമായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുൾ പിള്ളേരുടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം പിള്ളേരും ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പെൺപിള്ളേരായിരുന്നില്ല ആൺപിള്ളേരായിരുന്നില്ല ഒരുപാടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര കളിയും ഇതൊക്കെയായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വരെ അവിടെ ഇരുന്നു. ഒരു 10 മണി വരെയൊക്കെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് എല്ലാവരും ഒക്കെ പോയത്. അപ്പോൾ പാട്ട് കേട്ട സമയത്ത് എൽസയും ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് സമയത്ത് വേറൊരു ഫ്രോക്കായിരുന്നു അവൾ ഇട്ടത്. കാവ്യ തന്നെ കുഞ്ഞമ്മ തച്ച് കാവ്യ ഡിസൈൻ ചെയ്തെടുത്തൊരു ഡ്രസ്സായിരുന്നു. ഇത് പിന്നീട് വൈകുന്നേരത്ത് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ നഹുവും വന്നു. നഹുവും പാട്ട് കണ്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. നഹുവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ കുറേ അച്ചുവിൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ സ്റ്റേജിലൊക്കെ കയറി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അവൻ അവിടുത്തെ പിള്ളേരുടെ കൂടെയൊക്കെ ചേർന്നിട്ട് ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു. അതും കുറേ വീഡിയോസ് എടുത്തു വെച്ചു. പിന്നെ ഒരു 9 മണി ആവാറൊക്കെ ആയ സമയത്ത് മുത്തും ചിപ്പി ഉണ്ണി കിച്ചുവിന് നമ്മളവിടെ നിന്ന് കുറേ പേരൊക്കെ അവരൊക്കെ എത്തി കേട്ടോ. റോജി അങ്ങനെ കുറേ പേരെത്തി. അവരൊക്കെ ഒരുപാട് ഫോട്ടോയും ഒക്കെ എടുത്തു. ഞാൻ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് ഇട്ട ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് ഉണ്ണിയാണ് കേട്ടോ. അതിനുശേഷം എടുത്ത വീഡിയോ കാവ്യ അവർ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ശ്രീജു എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അയ്യോ ഷീന ചേച്ചി ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ പാവം തോന്നും. ഷീന ചേച്ചി മുത്തും കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഇപ്പം റെസ്റ്റിലാണ് രണ്ടുപേരും. അതൊക്കെ വഴിയേ പറയാം കേട്ടോ എന്താണെന്നുള്ള കാര്യം. ഇതാണ് നഹുവിൻ്റെ ഡാൻസ് കേട്ടോ. ആദ്യം അകത്തൊക്കെ കയറി ഭയങ്കര ഡാൻസായിരുന്നു. ഇതിപ്പോൾ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് എല്ലാവരും പോയി. ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ പോയിരുന്നു കേട്ടോ. വീട്ടിൽ പോയിരുന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വന്നത്. ഞാനും ചേട്ടനും എബി ഒരു വണ്ടിയിൽ, അച്ചുവും ജിൻഡു നഹു ഒരു വണ്ടിയിൽ, പിന്നെ കുഞ്ഞമ്മയും ടോണിയും കൂടെ ഒരു വണ്ടിയിൽ. അങ്ങനെയായിരുന്നു കേട്ടോ. ഇവരെ ഫംഗ്ഷൻ നടത്തിയൊരു 3 വീടിൻ്റെ ടെറസിൽ കൂടെയാണ്. അവരുടെ വീട്ടിൻ്റെ മുകളിലൊരു പാചകവും തൊട്ട് 2 വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിരുന്നു ഫംഗ്ഷൻസൊക്കെ നടത്തി കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ചെയറാണ് കേട്ടോ. ഞാനൊരു ചെയർ വാങ്ങിക്കൊടുത്തു. പിന്നെ എബിയുടെയും എൽസയുടെയും ഒരു ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് വ്ളോഗ്. ബർത്ത്ഡേ ഫംഗ്ഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും വരി വെച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ബാക്കിൽ നിന്നാണ് വന്നത്. അച്ഛന് ചെറുതായിട്ട് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. സപ്പോർട്ട് ചെയ്യുക. ബൈ.